ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗിരിയോട് ഇനി അനിത സത്യങ്ങളെല്ലാം തുറന്ന് പറയാൻ കേട്ടോ. അനിതയുടെ അഭിനയമായിരിക്കും ഗോപാൽജിയുമായാണ് തനിക്കിഷ്ടം. മഞ്ജുവിനോടും ഗിരിയോടും ദേഷ്യമാണെന്നുള്ള ആ കാട്ടിക്കൂട്ടലൊക്കെ ഗോപാൽജിയെ കൊടുക്കാനുള്ള ആ ഒരു പരിപാടിയാണ് കേട്ടോ. അതിപ്പോഴൊന്നും നമുക്കറിയില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു ടിസ്റ്റ് നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തും കേട്ടോ. അങ്ങനെ അനിത ഗോപാൽജിക്കൊപ്പം നിന്ന് ഗോപാൽജിയുടെ എല്ലാ കുതന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ മനസ്സിലാക്കാണ് കേട്ടോ. ഗോപാൽജി ചെയ്യുന്ന ക്രൂരതകളെല്ലാം മനസ്സിലാക്കുന്നു കേട്ടോ. പിന്നീട് ഈ പറയുന്ന ഗിരിയുടെ അച്ഛനെ കൊന്നത് അത് എങ്ങനെയാണെന്നുള്ള സത്യം കറക്റ്റായിട്ട് അനിതയുടെ അച്ഛൻ അനിതയോട് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അതായത് ഇതിൽ മാധവൻ യാതൊരുവിധ പ്രതിയുമല്ല, മാധവനെ മനഃപൂർവ്വം ആ സ്റ്റേഷനിൽ നിന്നും ഒഴിവാക്കിയതാണ് എന്നുള്ള സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അനിതക്കാണെങ്കിലോ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ പറയുന്ന ഗോപാലൻ കാരണം ഉണ്ടായിട്ടുണ്ടാകും. ഒരുപാട് പൈസ കൊടുത്ത് സഹായിച്ചെങ്കിലും തൻ്റെ അച്ഛനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ കാരണക്കാരൻ ഈ ഗോപാൽജി തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ഗോപാൽജി ഒപ്പം നിന്നിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ ചതിക്കുകയാണ് ഗോപാൽജി ചെയ്തത്. അതുകൊണ്ട് തന്നെ അനിതയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടാകും, ഗോപാലനെ വിശ്വസിക്കരുത്, ആര് വിശ്വസിച്ചാലും ഗോപാലിനെ വിശ്വസിക്കരുത്, അയാൾക്കൊപ്പം നിൽക്കുന്ന കാലം മാത്രം അയാൾ പണം തരും, അത് കഴിഞ്ഞാൽ അയാളുടെ തനി സ്വഭാവം പുറത്തെടുക്കും എന്നുള്ള സത്യം അനിതയോട് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഗോപാലൻ കാരണം അനിതയുടെ അച്ഛന് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് കടബാധ്യതകളൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ ആ സത്യങ്ങളൊന്നും ഇവിടെ ഗോപാൽജിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ പിന്നീട് ഗോപാൽജിക്ക് വേണ്ടിയിട്ട് അനിത ഓരോ പ്രവൃത്തികളും മഞ്ജുവിനും ഗിരിക്കും എതിരായിട്ട് കുറച്ച് ക്രൂരതകളൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുകയാണ്. പക്ഷെ അത് അവർക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഗോപാലനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അതിനിടയ്ക്ക് പല തവണയായി അനിതയും ഗോപാലനും കൂടി ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുന്നുണ്ട്. കാരണം അനിത ഇടയ്ക്കിടയ്ക്ക് പണം ചോദിച്ചു വരും. ആ ചോദിക്കുമ്പോഴൊക്കെ ഗോപാലന് ഈ പറയുന്ന പണം കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഗോപാലിന് ദേഷ്യം വരികയാണ്. കാരണം കുറേശ്ശൊക്കെ ഗിരി തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പുറത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടത് കൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഗിരിക്ക് ഒരു അകൽച്ച ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഗിരിയിൽ നിന്ന് അകൽച്ച വരുമ്പോൾ ഗോപാലൻ്റെ ബിസിനസ്സിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു കേട്ടോ. അതിനിടയ്ക്കാണ് ഇനി ഈ പറയുന്ന ശാലിനി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് സഞ്ജയെ വിളിപ്പിക്കുന്ന ആ ഒരു രംഗമൊക്കെ ഉണ്ട്. അങ്ങനെ സഞ്ജയ് വീട്ടിലോട്ട് വിളിക്കുമ്പോൾ ഈ പറയുന്ന സ്വപ്ന സഞ്ജയ്ക്കൊപ്പം മരുമകളായി അവിടെ വന്ന് നിൽക്കേണ്ട അവസ്ഥ ഗിരി തന്നെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ സ്വപ്ന അവിടെ വന്ന് കയറുമ്പോൾ സ്വപ്നയല്ലേ പണം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് എന്താ കാണിച്ചു കൂട്ടാന്ന് സ്വപ്നയ്ക്ക് പോലും അറിയില്ല. അങ്ങനെ സ്വപ്ന കുറച്ച് അടിച്ചു മാറ്റുന്ന പരിപാടി അങ്ങനെ അവിടെ ഒരു തരത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടാവും. മറ്റൊരു തരത്തിൽ ശാലിനി കാരണം പ്രശ്നങ്ങളുണ്ടായി. സഞ്ജയ് ആണെങ്കിലോ ജോലിയിൽ കയറിക്കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും കേട്ടോ. അങ്ങനെ അടിമുടിയായി ഗോപാലൻ ഓരോ ഭാഗത്തു നിന്നും തകർന്നു തുടങ്ങുകയാണ്. ഗോപാലന് ഓരോ ഭാഗത്തും ബിസിനസ്സായിട്ടോ രാഷ്ട്രീയമായിട്ടോ എല്ലായിടത്തും തകർച്ച വരുമ്പോൾ ഗോപാലൻ്റെ സ്വഭാവം, യഥാർത്ഥ സ്വഭാവം പുറത്തു വരികയാണ് കേട്ടോ. ഈ സമയം അനിത ഗോപാലൻ്റെ മുന്നിലോട്ട് വരികയാണ് കേട്ടോ. അനിതയുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ അനിതക്ക് പണം കൊടുത്തിരുന്നെങ്കിലും പിന്നീട് ഗോപാലൻ്റെ കൈകളിൽ പണം കൊടുക്കാനില്ലാത്ത ആ സാഹചര്യം വരുമ്പോൾ അനിതയോട് ഗോപാലൻ ചൂടാവുകയാണ്. അതായത് നീ ചോദിക്കുമ്പോൾ പണം എടുത്തു തരാൻ പഴയതുപോലത്തെയുള്ള സാമ്പത്തികമൊന്നും എനിക്കിപ്പോൾ ഇല്ല, അതുകൊണ്ട് അനിത ഇപ്പോൾ നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് ഒന്നും ഇല്ല എന്ന് പറയാണ്. പിന്നീട് ഒരു തീരുമാനമെടുക്കുകയാണ്. ശരി, ഞാൻ നിനക്ക് പണം തരാം, പക്ഷെ അതിന് നീ ആദ്യം മഞ്ജു അവളുടെ അച്ഛനെ കൊന്ന ആ സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടാവും. ഗോപാലിനെ അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു ലെവലിലോട്ട് എത്തിത്തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ആ സാഹചര്യം ഗോപാലൻ അറിയുന്നുണ്ട്. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗോപാലൻ അറിഞ്ഞു എന്ന് അനിതയോട് അന്വേഷിക്കണം. അപ്പം അനിത പറയുന്നുണ്ട്, ശരിയാണ്, അവളുടെ കയ്യിൽ എന്തൊക്കെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതെന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ കഴിയില്ല, അതുകൊണ്ട് ഒരു അറസ്റ്റ് ഉണ്ടാവുമെന്ന് പറയാം കേട്ടോ. ഈ സമയം ഗിരിക്കാണെങ്കിൽ എതിരെ നിൽക്കാനും കഴിയില്ല. കാരണം ഗിരിയോട് പറഞ്ഞിട്ടുണ്ടാവും, എൻ്റെ കുഞ്ഞ് ഭൂമിയിലോട്ട് വരുന്നത് മുന്നേ ഗോപാലൻ്റെ കൈകളിൽ നിന്നും അതിൻ്റെ അച്ഛനെ രക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്നുള്ള സത്യം പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നീട് അനിതയോട് പറയാണ്, ഞാൻ നിനക്ക് പണം തരാം, പക്ഷേ ഈ പറയുന്ന മഞ്ജുവിനെ തീർക്കാനുള്ള ഒരു ഉദ്ദേശമുണ്ട്, അതിനുള്ള വഴി ഒരുക്കി തന്നാൽ മാത്രം, ആ വഴി ഒരുക്കി കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് ഞാൻ പണം തരാമെന്ന് പറയണം കേട്ടോ. പറഞ്ഞതുപോലെ തന്നെ മഞ്ജുവിനെ കൊല്ലാനുള്ള ആ ഒരു വഴിയൊക്കെ ഒരുക്കി കൊടുക്കും. അതായത് മഞ്ജുവിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള വഴിയൊക്കെ ഒരുക്കി കൊടുക്കും. പക്ഷേ അനിത നേരെ പോകുന്നത് ഗോപാലൻ്റെ അടുത്തോട്ടായിരിക്കും. എനിക്ക് പണം വേണമെന്ന് പറയും. അപ്പോൾ ഗോപാലൻ പറയും, പണം ഇപ്പം തരാൻ പറ്റില്ല,
മഞ്ജുവിൻ്റെ പണി കഴിയട്ടെ, അതിനുശേഷം പണം തരാം എന്ന് പറയാണ്. പക്ഷേ അതുവരെ അനിതക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അനിതയുടെ മനസ്സിലുള്ള ഉദ്ദേശം അതുതന്നെ ആയിരിക്കും, മഞ്ജുവിനെ ഗോപാലിൻ്റെ കൈകളിൽ എത്തിച്ചു കൊടുക്കുക, പിന്നീട് ഗിരിയെ കൊണ്ട് രക്ഷിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നീട് നേരെ അനിത പോകുന്നത് ഈ പറയുന്ന ഗിരിയുടെ അടുത്തോട്ടായിരിക്കും. ഗിരിയോട് സത്യങ്ങൾ ചെന്ന് വെളിപ്പെടുത്തുകയാണ്. മഞ്ജു ഇങ്ങനെ ഒരു അപകട നിലയിലാണ്, അതുകൊണ്ട് പെട്ടെന്ന് രക്ഷിക്കണം, അതുമാത്രമല്ല വേറെയും കുറേ കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയണേ, നിന്നെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റൂടി, നീ പച്ചക്കള്ളല്ലേ പറയത്തുള്ളൂ, നീ എന്നെ കുരിക്കാനുള്ള എന്തെങ്കിലും കെണിയുമായിട്ടാണോ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനിത പറയണേ, അല്ല മഞ്ജു അപകടത്തിലാണ്, മഞ്ജുവിന് എപ്പോഴും എന്തും സംഭവിക്കാം, മഞ്ജുവിനെയും കുഞ്ഞിനെയും കൊല്ലാനുള്ള ആ ഒരു ശ്രമമാണ് ഗോപാലൻ നടത്തുന്നത്. കാരണം മാധവനെ കൊന്ന എല്ലാ തെളിവുകളും ഈ പറയുന്ന മഞ്ജുവിൻ്റെ കൈകളിലുണ്ടെന്ന് ഗോപാലൻ മനസ്സിലാക്കിയ സ്ഥിതിക്കും, അതുമാത്രമല്ല ഗിരി വേറൊരു സത്യം കൂടി മഞ്ജു മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയാനിട്ടാ. അതെന്ത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേറൊരു സത്യം എന്ന് പറയുന്നത് ശങ്കരനെ കൊന്നത് ഈ പറയുന്ന ഗോപാലനാണ്. സ്റ്റേഷനിൽ വെച്ച് മനഃപൂർവ്വം മാധവനെ ഒഴിവാക്കി ശങ്കരനെ കൊന്നത് ഗോപാലനാണെന്നുള്ള സത്യം അങ്ങ് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന അനിതയോട് വെറുതെ വാൽ തോന്നിയത് ഓരോന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഉണ്ടല്ലോ, ഗോപാൽജി അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ നിൻ്റെ ഈ വിശ്വാസമാണ് നിൻ്റെ കുടുംബം ഇപ്പോൾ തകർന്നും കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് എൻ്റെ അച്ഛൻ എന്നോട് വെളിപ്പെടുത്തിയ സത്യമാണ്. ഈ സത്യം ഞാൻ നിനക്ക് മുന്നിൽ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ വന്ന പാടെ ഞാൻ പറയാതിരുന്നത്. ഗോപാലിൽ നിന്ന് ഒരുപാട് കടബാധ്യതകൾ എൻ്റെ അച്ഛനുണ്ടായിട്ടുണ്ട്. കടബാധ്യത ഗോപാലൻ കാരണമല്ല, ഗോപാലൻ കാരണം എൻ്റെ അച്ഛനെ ഒപ്പം നിൽക്കുന്ന, അതായത് അയാൾക്കൊപ്പം നിൽക്കുന്ന ഒരു സമയം, പോലീസിൻ്റെ യൂണിഫോം ഇട്ട ആ ഒരു സമയം മാത്രമേ അയാൾക്ക് ആവശ്യമുള്ളൂ. പിന്നീട് അയാൾ കാരണം എൻ്റെ അച്ഛൻ്റെ ജോലി പോയപ്പോൾ പണത്തിനായി അയാളുടെ മുന്നിലോട്ട് ഒരുപാട് തവണ ചെന്നപ്പോൾ അയാൾ എൻ്റെ അച്ഛനെ പട്ടിയെ പോലെ ആട്ടിയിറക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അയാൾ കാരണം എൻ്റെ അച്ഛൻ്റെ ജോലി പോയപ്പോൾ പിന്നീട് ഞങ്ങൾ ജീവിച്ച ബുദ്ധിമുട്ടും സാഹചര്യമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു. ഒരുപാട് ബാധ്യതകൾ ഞങ്ങൾക്കുണ്ട്. അത് തീർക്കാൻ വേണ്ടി മാത്രമാണ്, ഗോപാലിൻ്റെ വിശ്വാസം നേടിയെടുക്കാൻ മാത്രമാണ് ഞാൻ ഇത്രയും നാളും അവർക്കൊപ്പം നിന്നത് ഗിരി. പക്ഷേ ഇനി ഞാൻ നിന്നോട് ഈ സത്യം വെളിപ്പെടുത്താതിരുന്നാൽ ഗോപാലിനെ പോലെയുള്ളവൻ രക്ഷപ്പെടാൻ പാടില്ല. കാരണം മാധവനും ശങ്കരനും ഒക്കെ ഉണ്ടായത് ഇതേ സംഭവമാണ്. അതായത് ഗോപാലിനെതിരെയായ ഒരു ശത്രു ണ്ടെന്ന് കരുതിയാൽ ഗോപാലനെ അടക്കുമെന്ന് ഗോപാലിന് തോന്നിക്കഴിഞ്ഞാൽ ഇവരെ ഇല്ലാതാക്കും. അതുതന്നെയാണ് മഞ്ജുവിനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നിന്നെ തകർക്കും. അതല്ലെങ്കിൽ നീ അറിയാതെ നിനക്കൊപ്പം നിർത്തി നിന്നെ അയാൾ ഒരു നായയെ പോലെ വളർത്തിക്കൊണ്ടു പോകും എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഗിരി പറയണേ, സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ സത്യമാണ്. നിൻ്റെ അച്ഛനെ സ്റ്റേഷനിൽ വെച്ച് കൊന്നത് ഈ പറയുന്ന മാധവനല്ല. മാധവൻ അന്നുണ്ടായിരുന്നില്ല, എൻ്റെ അച്ഛൻ സാക്ഷിയാണ്. എൻ്റെ അച്ഛൻ എല്ലാം എന്നോട് തുറന്നു പറഞ്ഞതാണെന്ന് പറയുമ്പോൾ അനിതയെ എടി എന്ന് പറഞ്ഞിട്ട് കരണക്കുറ്റി നോക്കി ഒരൊറ്റ അടി അങ്ങ് അടിച്ചിട്ട് പിന്നീട് എൻ്റെ മഞ്ജു എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിനെ പോയി രക്ഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗിരിയുടെ അച്ഛനെ കൊന്നത് ഗോപാലനാണെന്നുള്ള സത്യം ഗിരി അറിയുമ്പോൾ പിന്നീട് ഗോപാലിന് അങ്ങ് കണക്കിന് കിട്ടുന്ന കിടുക്കൻ സീനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി സീനുകളാണ് ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്. ഇപ്പോൾ അബിയുടെ പ്രശ്നം കുറച്ചിതാണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇനി വെളിയിൽ വരാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അനിതയുടെ അഭിനയമായിരിക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് മുന്നിൽ അത് വെളിപ്പെടുത്തത്തുള്ളേ.